14-ാം അധ്യായം നമ്മൾ കഴിഞ്ഞ ആഴ്ച കുറേയേറെ ഭാഗങ്ങൾ ചിന്തിച്ചു. ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അന്യഭാഷ പ്രവചനം. രണ്ട് കൃപാവരങ്ങളെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. അതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ നമുക്ക് ഇടയായി. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ആരോട് സംസാരിക്കുന്നു? ദൈവത്തോട് സംസാരിക്കുന്നു. പ്രവചിക്കുന്നവൻ മനുഷ്യരോട് സംസാരിക്കുന്നു. ഈ അധ്യായം വായിക്കുമ്പോൾ പ്രവചനത്തിന് ഒരല്പം പ്രാധാന്യം കൂടുതലായിട്ട് നമുക്ക് കാണാം. അതിൻ്റെ കാരണം എന്തായിരിക്കാം? അത് സഭയോട് സംസാരിക്കുന്നതുകൊണ്ടാണ്. കാരണം സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നത് കൊണ്ടാണ്. അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക്, പറയുന്ന വ്യക്തിക്കാണ് ആത്മീയ വർധന വരുന്നത്. എന്നാൽ പ്രവചിക്കുമ്പോൾ അത് മറ്റുള്ളവരോട് സംസാരിക്കുന്നതുകൊണ്ട് സഭയ്ക്ക് ആത്മീക വർധന വരുന്നു. ആ കാരണം കൊണ്ടാണ് പ്രവചനത്തിന് ഒരല്പം പ്രാധാന്യം ഇവിടെ കൂടുതൽ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മനസ്സിലാകും, നിങ്ങളെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ. അപ്പോൾ പ്രവചനത്തിനൊരു അല്പം പ്രാധാന്യം കൊടുത്തിരിക്കുന്നതിൻ്റെ കാരണം അന്യഭാഷ വ്യാഖ്യാനിക്കപ്പെടാത്തത് കൊണ്ടാണ്. അന്യഭാഷ വ്യാഖ്യാനിക്കപ്പെട്ടാൽ പ്രവചനവും അന്യഭാഷയും ഒരുപോലെയാണ്. അത് എന്തിനാ അങ്ങനെ പറയാൻ കാരണം? കൃപാവരങ്ങളിൽ അങ്ങനെ വ്യത്യസ്തത എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്താ ഒരു വലിപ്പച്ചെറുപ്പം പോലെ അപ്പോസ്തലൻ പറയാൻ കാരണം? പ്രവചിക്കുന്നവന് അവസരം ലഭിക്കാതെ അന്യഭാഷക്കാരൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തിക്കൊണ്ട് മുമ്പോട്ട് പോയപ്പോൾ പ്രവചിക്കാൻ സ്പേസ് ഇല്ല. പ്രവചിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് അന്യഭാഷക്കാരനോട് പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പറയുന്നത് വ്യാഖ്യാനിക്കണം. അങ്ങനെ വരുമ്പോൾ പൊതുസഭയ്ക്ക് അത് പ്രയോജനകരമാകും. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ മിണ്ടാതിരിക്കണം. അന്യഭാഷക്കാരൻ മിണ്ടാതിരിക്കട്ടെ, താനും ദൈവവുമായി സംസാരിക്കട്ടെ. അതാണ് ആ മിണ്ടാതിരിക്കട്ടെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതാണ് സ്ത്രീകളുടെ കാര്യത്തിലും മിണ്ടാതിരിക്കട്ടെ എന്ന് പറയുന്നതും ഈ ഭാഗം വായിച്ചു വരുമ്പോൾ ഇതുമായിട്ടുള്ള ബന്ധത്തിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. സഹോദരന്മാരെ, വെളിപ്പാടായിട്ടോ ജ്ഞാനമായിട്ടോ പ്രവചനമായിട്ടോ ഉപദേശമായിട്ടോ നിങ്ങളോട് സംസാരിക്കാതെ അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം വരും? അപ്പോൾ കൃത്യമായിട്ട് അവിടെ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ അറിയേണ്ടത് അന്യഭാഷയുടെയും പ്രവചനത്തിനെയും അടിസ്ഥാനപരമായ കാര്യങ്ങളെപ്പറ്റി നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന അന്യഭാഷ പല വിധമുണ്ട്. ഏറ്റവും കുറഞ്ഞത് 3 വിധത്തിൽ നമുക്ക് അന്യഭാഷയെ വേർതിരിച്ച് പഠിക്കാനായിട്ട് കഴിയും. 3 തരത്തിൽ അന്യഭാഷകളുണ്ട്. 3 തരത്തിൽ. ഒന്നാമത്തേത്, അല്ലെങ്കിൽ പ്രഥമമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത്, തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്ന അന്യഭാഷ. അതായത് താനും ദൈവവുമായി മാത്രം സംസാരിക്കുന്ന വ്യക്തിക്ക് പോലും അത് മനസ്സിലായിക്കൊള്ളണമെന്ന് ഇല്ല. കാരണം വ്യാഖ്യാനിക്കപ്പെടുന്നില്ല, തനിക്ക് പോലും അറിയത്തില്ല. ലോകത്തിലെ ഏത് ഭാഷയാണ് സംസാരിക്കുന്നത് പോലും ചിലപ്പോൾ അറിയാൻ പറ്റണമെന്നില്ല. അതിൻ്റെ ഉദാഹരണം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം നമുക്ക് പിന്നീട് വായിക്കാം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ അന്യഭാഷ. ഇത് എല്ലാവർക്കും കർത്താവ് ഓഫർ ചെയ്തിട്ടുള്ളതാണ്. എല്ലാവർക്കും. അതായത് ആത്മാവും തമ്മിൽ എന്താണ് ബന്ധമുണ്ടാകുന്ന സംസാരിക്കുന്ന ഭാഷയാണ്, അല്ലെങ്കിൽ കൃപയാണ്. അതെല്ലാവർക്കും ലഭിക്കണം. അത് എവിടെയൊക്കെ ആത്മസ്നാനം ഉണ്ടായി എന്ന അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുന്നു, അവിടെയെല്ലാം ഈ അന്യഭാഷയുടെ പ്രകടമായ അടയാളവുമുണ്ട്. അവർ ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷകളിൽ സംസാരിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം എവിടെയൊക്കെ നടന്നു അവിടെയെല്ലാം നമുക്ക് ഒന്നാമത്തെ അന്യഭാഷ കാണാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഈ അന്യഭാഷ പ്രാപിച്ചിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നുണ്ട്, അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലാണ്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് അവിടെ പരിശുദ്ധാത്മ സ്നാനം അവർ പ്രാപിക്കുമ്പോൾ അവർ അന്യഭാഷകളിൽ സംസാരിച്ചതായിട്ടും കൂടി നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. അത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം മുതൽ മുൻപോട്ട് ഏതാണ്ട് 4 സന്ദർഭങ്ങളിലെങ്കിലും
ആത്മസ്നാനത്തെപ്പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും അവർ അന്യഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരും എന്ന് തന്നെ എഴുതിയിട്ടുമുണ്ട്. 120 പേർ കൂടിയിരുന്നു. 120 പേരും ആത്മസ്നാനത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ നിറഞ്ഞു. 120 പേരും അന്യഭാഷകളിൽ സംസാരിച്ചു. അപ്പോൾ അത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. പക്ഷേ അത് ദൈവവും പറയുന്നവനും മാത്രം ഉള്ളതാണ്. ആ പറയുന്ന ആൾക്ക് പോലും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷേ അവർ ആത്മീക മർമ്മങ്ങളെയാണ് സംസാരിക്കുന്നത്, ദൈവത്തോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ കണക്കാക്കാമെന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി, ആമേൻ, സ്തോത്രം, ഈ പദപ്രയോഗങ്ങളെല്ലാം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കുക എന്നാണ്. പ്രൈസ് ദി ലോർഡ്, ദൈവത്തെ സ്തുതിക്കുക എന്നാണ്, അല്ലേ? അതുപോലെ സ്തോത്രം എന്ന് പറഞ്ഞാലോ, സ്തോത്രം താങ്ക്സ് ഗിവിങ്, ദൈവത്തിന് നന്ദി പറയുകയാണ്. ഗ്ലോറി എന്ന് പറഞ്ഞാൽ മഹത്വം, അല്ലെ? ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. അങ്ങനെ ഈ പദപ്രയോഗങ്ങൾ നമ്മൾ മലയാള ഭാഷയിൽ അല്ലെങ്കിൽ മാതൃഭാഷയിൽ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്കറിയാത്ത ഭാഷയിൽ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഓക്കെ, അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മാതൃഭാഷയിൽ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് ബദലായി അല്ലെങ്കിൽ പകരമായി അന്യഭാഷയിൽ ആത്മാവിൽ നിറഞ്ഞതിൻ്റെ അടയാളമായി, സ്വർഗത്തിലെ സന്തോഷം അനുഭവിക്കുന്നവർ എന്നതിൻ്റെ അടയാളമായിട്ട് നമുക്കറിയാത്ത ഭാഷകളിൽ ദൈവം തന്ന ഭാഷയിൽ നാം ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. അത് നമുക്കൊരു പക്ഷേ മനസ്സിലാകുന്നില്ലെങ്കിലും ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി രണ്ടാമത്തെ അന്യഭാഷ, പൗലോസ് അപ്പോസ്തലൻ പറയുന്നു വ്യാഖ്യാനം ആവശ്യമുള്ള അന്യഭാഷ. അത് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ട് ഞാൻ വീണ്ടും ആ ഭാഗം വായിക്കുന്നില്ല. പ്രവചിക്കുന്നവൻ അവനേക്കാൾ വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ. അപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുന്ന അന്യഭാഷയുണ്ട്. വ്യാഖ്യാനിക്കപ്പെടുന്ന അന്യഭാഷ ആർക്കുള്ളതാണ്? അത് സഭയ്ക്കുള്ളതാണ്, അല്ലെങ്കിൽ അത് പുറത്തുള്ള വ്യക്തിക്കാണ്, തനിക്കല്ല. ഒന്നാമത്തെ അന്യഭാഷ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. അപ്പോൾ മറ്റുള്ളവർക്കുള്ളതല്ലത്, അല്ലേ? വ്യക്തമായില്ലേ? അത് തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. എന്നാൽ വ്യാഖ്യാനിക്കപ്പെടുന്ന അന്യഭാഷ അത് മറ്റുള്ളവർക്കുള്ളതാണ്, അത് സഭയ്ക്കുള്ളതാണ്. അത് പ്രവചനത്തിന് തുല്യമാണ്. പ്രവചനം പോലെ സഭയ്ക്ക് പ്രയോജനകരമാകുന്ന രണ്ടാമത്തെ അന്യഭാഷ, അത് ഒരു കാലത്ത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഇന്ന് അധികം നമുക്കിത് കാണാൻ സാധിക്കുന്നില്ല. ഞാൻ അതിന് ഒറ്റ കാരണമേ പറയാറുള്ളൂ. കൃപാവരങ്ങൾ അധികവും ഇന്ന് കാണാത്തതിൻ്റെ ഒറ്റ കാരണം എന്താണ്? ആഗ്രഹമില്ല, താല്പര്യമില്ല. അതാണ് കാരണം. അതിനേക്കാൾ നമുക്ക് ലോകത്തോട് ആഗ്രഹം കൂടി. ആത്മീക വരങ്ങൾ ദൈവമക്കൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. മറ്റെന്തിനേക്കാളും തീവ്രമായ ആഗ്രഹത്തിൽ അവർ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതുണ്ടാകാത്തതിൻ്റെ കാരണം ലോകമോഹങ്ങൾ അത്രത്തോളം ആകർഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലോകത്തിലെ ജനസംബന്ധമായ കാര്യങ്ങൾ അത്രമേൽ മനുഷ്യനെ ആകർഷിക്കുന്നുണ്ട്, വരിഞ്ഞു മുറുക്കുന്നുണ്ട്. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബാധ്യതകളെല്ലാം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? കടബാധ്യതകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഒരു പരിധി വരെ. എല്ലാം അങ്ങനെയല്ല. അബദ്ധങ്ങൾ കൊണ്ടും കബളിപ്പിക്കലുകൾ കൊണ്ടും തൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടൊക്കെ കടബാധ്യതകൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷവും ഉണ്ടാകുന്നത് ആഗ്രഹമാണ്, ലോകത്തോടുള്ള ഒരു അത്യാർത്ഥിയാണ്. ആവശ്യമില്ലാത്തതാണ് പലപ്പോഴും വാങ്ങിക്കൂട്ടുന്നത്. അപ്പോൾ നമുക്ക് അടിസ്ഥാനപരമായി ജീവിക്കാൻ ഒരുപക്ഷെ നമ്മൾ കടം വാങ്ങിയില്ലെങ്കിലും മുമ്പോട്ട് പോകാനായിട്ട് പറ്റും. പല കാര്യങ്ങളിലും, ചില കാര്യങ്ങൾ വ്യത്യസ്തതയുണ്ട്. ഞാൻ പറഞ്ഞു വന്നു, അങ്ങനെയുള്ളൊരു ലോകമോഹത്തിൻ്റെ ഒരു കെട്ടുപാടിൽ കിടക്കുന്നത് കൊണ്ടാണ് ആത്മീക വരങ്ങളെ സഭയ്ക്ക് ഇന്ന് അനുഭവിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ നേടാൻ കഴിയാത്തത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ അന്യഭാഷ എന്ന് പറയുന്നത് വ്യാഖ്യാനിക്കപ്പെടുന്ന അന്യഭാഷ, അത് സഭയ്ക്കുള്ളതാണ്. ഇനി മൂന്നാമത്തേത് 12-ാം അധ്യായം അവസാന ഭാഗം വരുമ്പോൾ നമുക്ക് അവിടെ വായിക്കാം. 12-ാം അധ്യായം 10-ാമത്തെ വാക്യം, അവസാന ഭാഗം. ഭാഷകളുടെ വ്യാഖ്യാനം രണ്ടാമത്തെ അന്യഭാഷ. അടുത്തത് അത് തന്നെ, വേറൊരുവന് പലവിധ ഭാഷകൾ. അപ്പോൾ ഇത് അന്യഭാഷയുടെ മൂന്നാമത്തെ തലമാണ്, അല്ലെങ്കിൽ മൂന്നാമത്തെ അന്യഭാഷ. ഏറ്റവും കുറഞ്ഞത് 3 തരം അന്യഭാഷകളുണ്ട്. അതിൽ മൂന്നാമത്തേതിനെ പറ്റിയാണ് ഈ അവസാനം പറഞ്ഞത്, പലവിധ ഭാഷകൾ. അതെവിടെയാ പ്രവർത്തിക്കുന്നതെന്ന് പറയാമോ? പലവിധ ഭാഷകൾ മിക്കവാറും മിഷണറിമാർക്ക് ദൈവം നൽകുന്ന വരമായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. പലവിധ ഭാഷകൾ.
എന്തിനു വേണ്ടിയാണ് മിഷണറിമാർക്ക് അത് വേണ്ടി വരുന്നത്? അവർ പെട്ടെന്ന് ഭാഷ പഠിക്കണം. ഒന്നും രണ്ടും ഒക്കെ പഠിച്ചാൽ പോരാ, പലവിധ ഭാഷകൾ അവർ പെട്ടെന്ന് പഠിച്ചെടുക്കണം. അതും പഠിച്ചെടുത്താൽ മാത്രം പോരാ, വെറുതെ പറയാനല്ല, വേദപുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി. വേദപുസ്തകത്തിലെ ഓരോ പദങ്ങൾക്കും അർത്ഥമുണ്ട്, കുത്തിനും കോമയ്ക്കും അർത്ഥമുണ്ട്, ഓരോ വാക്കുകൾക്കും വാക്യങ്ങൾക്കും അർത്ഥമുണ്ട്. അതിൻ്റെ ആഴം വളരെ വലുതാണ്. ഒരു വാക്യം എടുത്ത് ഇന്ന് പ്രസംഗിച്ചിട്ട് പോകുന്നതല്ല നാളെ വന്ന് പ്രസംഗിക്കുന്നത്. വിരുദ്ധോപദേശത്തിൻ്റെ കാര്യമല്ല പറഞ്ഞത്. വിരുദ്ധോപദേശം പറയുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ ഒരേ വചനത്തിൽ നിന്ന് ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന പലവിധമായ ആശയങ്ങളുണ്ട്. എല്ലാം ഒരാൾക്ക് തന്നെ വെളിപ്പെട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ ആ പദം മാറിപ്പോയി കഴിഞ്ഞാൽ എല്ലാം പോയി. വിവർത്തനം ചെയ്യുന്നവൻ കൃത്യമായ വാക്ക് രേഖപ്പെടുത്തിയില്ല എങ്കിൽ വ്യാഖ്യാന പിഴവുണ്ടാകും. അപ്പോൾ ബൈബിൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. ബൈബിൾ വിവർത്തനം ചെയ്യാൻ പോകുന്ന മിഷണറിമാർക്ക്, അല്ലെങ്കിൽ സ്വന്തം ദേശം വിട്ട് അന്യദേശങ്ങളിലേക്ക്, അന്യ രാജ്യങ്ങളിലേക്ക് മിഷണറി പ്രവർത്തനം നടത്താൻ പോകുന്നവർക്ക് ദൈവം പ്രത്യേകം കൊടുക്കുന്ന ഭാഷയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ പലവിധ ഭാഷകൾ, ഉദാഹരണം നമ്മൾ വില്യം കേറി എന്ന് പറയുന്ന മനുഷ്യനെ എടുത്താൽ അദ്ദേഹം ഒരുപാട് ഭാഷകളിൽ, അനേകം ഭാഷകളിൽ വേദപുസ്തകം വിവർത്തനം ചെയ്തു. ചില മിഷണറിമാരെ കണ്ടിട്ടില്ലേ, പല ഭാഷകൾ സംസാരിക്കുന്നവരാണ്. പല ഭാഷകൾ മനോഹരമായി സംസാരിക്കും. അത് അവർക്ക് ജന്മനാലുള്ള കഴിവല്ല, അല്ലെങ്കിൽ അവരുടെ അപ്പനും അമ്മയും അവരുടെ വലിയപ്പനും അല്ലെങ്കിൽ പരമ്പരാഗതമായി അവർക്ക് ലഭിച്ച വരമൊന്നുമല്ല. അവർ സുവിശേഷകന്മാരായതുകൊണ്ട്, പ്രത്യേക മിഷണറിമാരായതുകൊണ്ട് മറ്റൊരു രാജ്യത്ത് സ്വന്തം ഭാഷയേക്കാൾ മനോഹരമായി മറ്റ് പല ഭാഷകളും കൈകാര്യം ചെയ്യാൻ ചിലരെ ദൈവം അനോയിന്റ് ചെയ്തിട്ടുണ്ട്, നിയോഗിച്ചിട്ടുണ്ട്. അവർക്ക് ലഭിക്കുന്ന, അവർക്ക് ദൈവം കൊടുക്കുന്ന ഭാഷ, വിവിധ ഭാഷകൾ. അപ്പോൾ 3 തരം അന്യഭാഷകൾ. 1, തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നത്. 2, വ്യാഖ്യാനിക്കപ്പെടേണ്ട അന്യഭാഷ. 3, പലവിധമായ ഭാഷകൾ. ഈ 3ാമത്തെ അന്യഭാഷ വ്യാഖ്യാനിക്കപ്പെടേണ്ട ആവശ്യമില്ല, അത് നേരെ അങ്ങ് പറഞ്ഞാൽ മതി. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് മലയാളിയായ ഒരു വ്യക്തി പറയുന്ന അന്യഭാഷ തനിക്ക് തിരിയുന്നുണ്ടാവില്ല, കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നില്ല, പറയുന്നത് മറ്റുള്ളവരോടാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ആ അന്യഭാഷ മറ്റൊരു വ്യക്തി വ്യാഖ്യാനിക്കണം, അല്ലെങ്കിൽ ഈ പറയുന്ന അന്യഭാഷ പറയുന്ന വ്യക്തി തന്നെ അത് വ്യാഖ്യാനിച്ചു കൊടുക്കണം. രണ്ടും ആത്മാവിലാണ് സംഭവിക്കുന്നത്. വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ കേൾക്കുന്നവരും അറിയുന്നു, പറയുന്നവനും അറിയുന്നു. എന്നാൽ 1ാമത്തെ അന്യഭാഷ പ്രത്യേകത, തനിക്ക് പക്ഷെ മനസ്സിലാകുന്നില്ല, പക്ഷെ ആത്മാവും തമ്മിൽ ബന്ധമുണ്ടാകുന്നു, ദൈവരാജ്യത്തിന്റെ സന്തോഷം അനുഭവിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നു. ജഡസംബന്ധമായി ഒന്നും മനസ്സിലാകുന്നില്ല, മനസ്സിന് കിട്ടുന്നില്ല, പക്ഷെ ആത്മാവിന് കിട്ടുന്നുണ്ട്. ഓക്കെ, മനസ്സ് എന്താ പറയുന്നതെന്ന് അറിയുന്നില്ല, പക്ഷെ ആത്മാവ് അറിയുന്നുണ്ട്. 2ാമത്തേത്, മനസ്സ് കൃത്യമായി അറിയുന്നുണ്ട്, ആത്മാവും അറിയുന്നുണ്ട്, മറ്റുള്ളവരും അറിയുന്നുണ്ട്, താനും അറിയുന്നുണ്ട്. 3ാമത്തേത്, അത് വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ മാത്രമാണ്. 2ാമത്തെ അന്യഭാഷ വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ മാത്രമാണ് മറ്റുള്ളവരും താനും അറിയുന്നത്. 1ാമത്തേത് ആരും അറിയുന്നില്ല, പറയുന്നവരും അറിയുന്നില്ല, കേൾക്കുന്നവരും അറിയുന്നില്ല, ദൈവം മാത്രം അറിയുന്നു. 3ാമത്തേത് വ്യാഖ്യാനിക്കപ്പെടാതെ തന്നെ തനിക്കും അറിയാം, കേൾക്കുന്നവർക്കും അറിയാം, പക്ഷെ തൻ്റെ മാതൃഭാഷ അല്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ 3 തരത്തിൽ അന്യഭാഷയെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമുക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടാകും, 100 ചോദ്യങ്ങളുണ്ടാകും. അങ്ങനെ കുറേയേറെ ചോദ്യങ്ങൾ അഭിമുഖീകരിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു ധ്യാന പഠനത്തിലാണ് ഈ ഒരു 3 തരം അന്യഭാഷയെ പറ്റി മനസ്സിലാക്കാൻ ലഭിച്ചു. ഞാൻ ഒരു 15 വർഷം മുമ്പെങ്കിലും ഞാൻ ഇത് എൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രക്ഷാശാസ്ത്രം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലാണ് ഞാൻ ഈ ഭാഗമെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവമക്കൾ ഈ അന്യഭാഷയുടെ വിവിധ പ്രയോഗങ്ങളെപ്പറ്റിയും ഉപയോഗങ്ങളെപ്പറ്റിയും അറിവുള്ളവരായിരിക്കണം. അതാ ഒരിടത്ത് അപ്പോസ്തലൻ ചോദിക്കുന്നുണ്ട്, എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നുവോ? ബ്രദർ സഹോദരന്മാർ ചോദിക്കും, കണ്ടോ, എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നുവോ? അപ്പോൾ എല്ലാവർക്കും ഉള്ളതല്ലെന്ന് അവർ സ്ഥാപിക്കാൻ ശ്രമിക്കും. അപ്പോൾ എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നു ചോദിച്ചത് ഏത് അന്യഭാഷയെ പറ്റിയാ? 2ഉം 3ഉം, 2ാമത്തെ അന്യഭാഷയും 3ാമത്തെ അന്യഭാഷയും. അതായത് വ്യാഖ്യാനിക്കപ്പെടേണ്ടതും മിഷണറിമാരെ പോലെയുള്ളവർക്ക് ലഭിക്കുന്നതുമായ വിവിധ ഭാഷകളുടെ വരം എല്ലാവർക്കും കൊടുത്തിട്ടില്ല. എല്ലാവരും മിഷണറിമാരല്ല, എല്ലാവരും വ്യാഖ്യാനപരമുള്ളവരല്ല. എന്നാൽ ആദ്യത്തെ അന്യഭാഷ, തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്ന അന്യഭാഷ എല്ലാവർക്കും വേണം. ചിലർക്ക് മാത്രം ആത്മീയ വർധന വന്നാൽ മതിയോ? ദൈവം അങ്ങനെ വേർതിരിച്ച് കൊടുക്കുമോ?
തനിക്ക് താൻ ആത്മീയ വർധനം, അങ്ങനെയല്ലേ വായിക്കുന്നു? വായിച്ചേ 14-ാം അധ്യായം 2-ാമത്തെ വാക്യം. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ സംസാരിക്കുന്നു. അടുത്ത താഴെ പറയുന്നത് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനപരത്തിനായി പ്രാർത്ഥിക്കട്ടെ. അപ്പൊ ആ അന്യഭാഷ ഇവിടെ പറഞ്ഞ എന്താണ്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ. അപ്പൊ അടുത്ത് പറഞ്ഞ അന്യഭാഷ വ്യാഖ്യാനിക്കാൻ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അത് മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്, അത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. ഇങ്ങനെ നമ്മൾ ഇതിനെ വേർതിരിച്ചാൽ അന്യഭാഷയെ പറ്റിയുള്ള ധാരണ നമുക്ക് ലഭിക്കും. ആത്മസ്നാനം പ്രാപിക്കുന്നതിൻ്റെ പ്രകടമായ അടയാളമാണ് അന്യഭാഷ എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഈ അന്യഭാഷ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചോദിക്കാറില്ലേ, എന്തും ചെയ്തിട്ട് വന്നിരുന്ന് അന്യഭാഷ പറയുന്നു, അങ്ങനെ അന്യഭാഷ പറയാൻ പറ്റുമോ, അങ്ങനെ അന്യഭാഷ നാവിൽ വരുമോ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട് അല്ലേ? എന്തും ചെയ്തിട്ട് ജീവിക്കുന്നതിനേക്കാൾ അപ്പുറമാണോ അന്യഭാഷ പറയുന്നത്? അന്യഭാഷയിൽ എന്താ ചെയ്യുന്നു? ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ആത്മീയ മർമ്മങ്ങളെ സംസാരിക്കുന്നു. ഇനി മാത്രമല്ല, ഇതെല്ലാം എന്തിൻ്റെ ലിസ്റ്റിൽ പെടുന്നതാണ്? ഇതെല്ലാം കൃപാവരങ്ങളുടെ ലിസ്റ്റിൽ പെടുന്നതാണ് അല്ലേ? ഈ വരങ്ങൾ എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പ് ചേർത്തിരിക്കുന്ന വിശേഷണം കൃപാവരങ്ങൾ അല്ലേ? കൃപാവരങ്ങൾ. എന്തിനാണ് ഇതിനെ കൃപാവരങ്ങൾ എന്ന് പറയുന്നത്? കൃപ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അർഹിക്കാത്തതായതുകൊണ്ടാണ്. അപ്പൊ നമ്മളിതെല്ലാം അന്യഭാഷ പറയുന്നത് ഞാൻ യോഗ്യനായതുകൊണ്ടാണോ? പ്രവചിക്കുന്നത് യോഗ്യനായതുകൊണ്ടാണോ? ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ളത് യോഗ്യനായതുകൊണ്ടാണോ? അല്ല, കൃപയാണ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ കൃപാവരങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ദൈവത്തിന്റെ കൃപയാലാണ് ഈ വരങ്ങളെല്ലാം ദൈവം തന്റെ സഭയ്ക്ക് നൽകിയിരിക്കുന്നത്. അല്ലാതെ സഭയുടെ യോഗ്യത നോക്കിയിട്ടല്ല, വ്യക്തികളുടെ യോഗ്യതാ മാനദണ്ഡം അനുസരിച്ചല്ല ഇത് നൽകിയിരിക്കുന്ന. എല്ലാം കൃപാദാനങ്ങളാണ്. അതുകൊണ്ട് പോരായ്മകൾ ഉള്ളപ്പോൾ തന്നെ ഇതെല്ലാം ഉപയോഗിക്കപ്പെടാം. പക്ഷേ ഓർക്കേണ്ടത് യൂണിഫോം ഇട്ടുകൊണ്ട് കള്ളം ചെയ്യുന്നവൻ്റെ അവസ്ഥയാണ്. യൂണിഫോം ഇട്ടുകൊണ്ട് നമ്മളെ പോലീസും കള്ളനും എന്ന് പറഞ്ഞ് ചിന്തിച്ചിട്ടുണ്ടല്ലോ അല്ലേ? യൂണിഫോം ഇട്ടുകൊണ്ട് കള്ളത്തരം കാണിക്കുമ്പം കള്ളനെന്ന് വിളിക്കത്തില്ലെന്നേ ഉള്ളൂ. അതിൻ്റെ കാരണം ആ യൂണിഫോമിൻ്റെ പവറാണ്. എന്ന് പറഞ്ഞതുപോലെ വിശുദ്ധനെന്നും നീതിമാനെന്നും വിശ്വാസിയെന്നും ഒക്കെയുള്ള പേര് നമുക്കുള്ളത് കൊണ്ട്, വിശേഷണം ഉള്ളത് കൊണ്ട് നമ്മളെ പാപി എന്ന് വിളിക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ പാപം ചെയ്തുകൊണ്ട് നമ്മൾ ഈ കൃപാവരങ്ങൾ ഉപയോഗിച്ചാൽ അത് ഏറ്റവും വലിയ തെറ്റിലേക്ക്, ഏറ്റവും വലിയ ന്യായവിധിയിലേക്ക് നമ്മെ വഴി നടത്താൻ ഇടയാകും. ഗതി കെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദൈവം അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യും. അങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്യുന്ന വ്യക്തികളെയോ അല്ലെങ്കിൽ അനുഭവങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും കറങ്ങുന്നത് കണ്ടിട്ടില്ലേ അല്ലേ? ഫാന് സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും കുറച്ചു നേരം കൂടി കറങ്ങും. അങ്ങനെ കറങ്ങുന്ന ഒരുപാട് പേരുണ്ട്. ഷിംശോനെ ദൈവം സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും ഷിംശോൻ ഒന്ന് കറങ്ങി നോക്കി, പക്ഷേ ഒന്നും നടന്നില്ല. ഇന്ന് അങ്ങനെ കറക്ക് വിദ്യ, പ്രവചനം അറിയാം, സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം പിന്നെയും പ്രവചിച്ചുകൊണ്ടിരിക്കും. കാരണം പഴയ കുറേ അറിവുകളുണ്ട്. അന്യഭാഷ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം പിന്നെയും പറയാം. എല്ലാ കൃപാവരങ്ങളും സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം വീണ്ടും ഉപയോഗിക്കുന്നവരുണ്ട്. ഈ ദൈവം ആവശ്യമുള്ളവരെ കരുതി ദൈവം ചിലപ്പോൾ പ്രാർത്ഥന കേൾക്കാറുണ്ട്. ഈ ചെയ്യുന്ന ആളെ പറ്റിയല്ല, പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ നോക്കിയല്ല, ചിലപ്പോൾ ആവശ്യമുള്ളവരെ കരുതി ദൈവസ്ഥലിൽ വിശ്വാസത്തോടെ വരുന്നവരെ നോക്കിയിട്ട് അവരോട് കനിവുള്ളവനായി ദൈവം പ്രവർത്തിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, എന്ത് ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മൾ പോകുമ്പോഴും കൃപാവരങ്ങളെ നമുക്ക് ഉപയോഗിക്കാമെന്ന് ചിന്തിക്കരുത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ അറിയണം, കൃപാവരമായതുകൊണ്ട് ദൈവം ചിലരോട് കരുണ കാണിക്കുന്നതാകാം, പക്ഷെ അത് അധികകാലം നീണ്ടു പോകത്തില്ല. അനന്യാസിന്റെ സഭയുടെ കാര്യം നമുക്കറിയാം, മറ്റു പലരുടെയും കാര്യം നമുക്കറിയാം, പിന്മാറിപ്പോയിട്ട് മടങ്ങി വന്നവരുടെ കാര്യം നമുക്കറിയാം. ഒരുത്തനെ സഭയിൽ നിന്ന് പുറത്താക്കാൻ സഭയോട് പൗലോസ് ആവശ്യപ്പെട്ടിട്ട് അടുത്ത പുസ്തകം എഴുതുമ്പോൾ അപ്പോസ്തലൻ ആവശ്യപ്പെടുന്നു അവനെ മുഴുവൻ സ്നേഹവും കൊടുത്ത് തിരിച്ചു കൊണ്ടുവരാൻ പറയുന്നുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങൾ സഭയ്ക്കകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകളെ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത വിധം അവർ പിന്മാറ്റ അവസ്ഥയിലേക്ക് പോകും. ചിലരെ കുറച്ചു കാലം കഴിയുമ്പോൾ കൊണ്ടുവരാനായിട്ട് പറ്റും.
ചില ആളുകളെ ദൈവം അപ്പം തന്നെ അങ്ങ് ഭൂമിയിൽ നിന്ന് തന്നെ മാറ്റിക്കളയും. ഇങ്ങനെ പല കാര്യങ്ങൾ പുതിയ നിമിത്തം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കൃപാവരങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കൃപയുടെ വരങ്ങളാണ്, കൃപയാലാണ് ഇതെല്ലാം ഉപയോഗിക്കപ്പെടുന്നത്. ആ കാരണം കൊണ്ട് തന്നെ നമുക്ക് യോഗ്യത പറയാൻ പറ്റത്തില്ല. പിന്നെ ആൾക്ക് അത് പറയാനുള്ള യോഗ്യത ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ചെറുതും വലുതുമായ കാരണങ്ങളെ ഒരുപക്ഷെ നിരത്തി വെക്കും. റോമാലേഖനം നമ്മെ പഠിപ്പിക്കുന്നു, യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല, സകല മനുഷ്യരും മരണയോഗ്യരാണ്. അപ്പോൾ ആർക്കും ആരെയും നിന്റെ പാപം വലുതും എൻ്റെ പാപം ചെറുതും, ഞാൻ നിന്നേക്കാൾ താരതമ്യേന ഭേദപ്പെട്ടവനാണെന്ന് പറയാൻ ആർക്കും പറ്റത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പറയാൻ പറ്റത്തില്ല. എല്ലാവരും ആരായിരുന്നു? മരണകരമായ പാപം ചെയ്തവർ. എല്ലാവരും മരണയോഗ്യർ. ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവരും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരായിരുന്നു. അവിടെ നിന്നാണ് കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ച് തൻ്റെ സഭയ്ക്കകത്താക്കിയത്. ഈ സഭയ്ക്കകത്തായിരിക്കുമ്പോഴും നമ്മൾ ഓർക്കണം, എനിക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാം കൃപയാലാണ്. പക്ഷെ ഇതിനകത്ത് ജീവിക്കാൻ ഒരു അച്ചടക്കമുണ്ട്. അത് നമ്മൾ നേരത്തെ ചിന്തിച്ചു. ഇതിനകത്ത് വിശ്വാസിയായി ജീവിക്കാൻ ഒരു ഡിസിപ്ലിൻ ഉണ്ട്, ഒരു അച്ചടക്കമുണ്ട്. ആ അച്ചടക്കം തെറ്റുമ്പോഴാണ് ആള് പുറത്തു പോകുകയോ അല്ലെങ്കിൽ ആൾക്കെതിരെ നടപടിയെടുക്കുകയോ ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വിശുദ്ധന്മാരായതുകൊണ്ടോ പരിപൂർണ പരിശുദ്ധന്മാരായ ആളുകളായതുകൊണ്ടല്ല. സഭയ്ക്കൊരു അച്ചടക്കമുണ്ട്. ഇതിനകത്ത് നമ്മൾ വന്നു കഴിയുമ്പോൾ എല്ലാവരും മരണശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടകത്ത് വന്നവരും അപ്പോൾ തന്നെ ഒരുമിച്ച് മുമ്പോട്ട് പോകാൻ ഒരു അച്ചടക്കത്തിന് വ്യവസ്ഥ ദൈവം തന്നിട്ടുള്ളത് കൊണ്ടും അത് തെറ്റിക്കുന്നത് കൊണ്ടാണ് എന്താണ് ചിലരെങ്കിലും പുറത്തു പോവുകയോ നടപടിക്രമങ്ങൾ ചിലർക്കെങ്കിലും നേരെ എടുക്കുകയും ചെയ്യേണ്ടി വരുന്നത്. കൃപാ വരങ്ങൾ എന്ന് പറയുന്നത് കൃപയാൽ മാത്രം ഉപയോഗിക്കപ്പെടുന്നതാണ്. അപ്പോൾ തന്നെ ഞാൻ ചില സംശയങ്ങൾ ഈ കാര്യത്തെപ്പറ്റി ഒരുപാട് കേൾക്കുന്നുണ്ട്. ഞാൻ അല്പം ഈ ഭാഗം വിശദീകരിച്ചു. ഏതെങ്കിലും തെറ്റുകളിലൂടെ പോകുന്ന ആളുകൾ കൃപാവരങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് തോന്നാം, എന്താ ഇങ്ങനെ അല്ലേ? കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, വൃക്ഷത്തെ എങ്ങനെ തിരിച്ചറിയണം? ഫലം കൊണ്ട് തിരിച്ചറിയണം. ഫലം കണ്ട് വേണം മനസ്സിലാക്കാൻ. എത്ര വലിയ വരദായകനാണെങ്കിലും എത്ര വലിയ വരപ്രാപ്തനാണെന്ന് പറഞ്ഞാലും ഫലം നോക്കണം. ഫലം കണ്ടിട്ട് നമ്മൾ അവർ പറയുന്നത് അംഗീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യാം. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് മാത്രം ദൈവസഭയ്ക്ക് ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പം അന്യഭാഷ പറയുന്നതും ഇങ്ങനെയാണ്. ഇനി അന്യഭാഷ ദൈവം ആദ്യ സമയത്ത് പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ അടയാളമായിട്ട് ഒരാൾക്ക് നൽകി. അതിങ്ങനെ ഒരു 10 വട്ടം പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മനഃപ്പാഠമാകുന്നു, അല്ലേ? മനഃപ്പാഠമാകുന്നു. നേരത്തെ പറഞ്ഞല്ലോ, പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി, ആമേൻ, സ്തോത്രം എന്നൊക്കെ പറയുന്നത് പോലെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം തരുന്ന ചില പദപ്രയോഗങ്ങൾ അല്ലെങ്കിൽ ചില ആത്മിക മർമ്മങ്ങൾ ദൈവം അന്യഭാഷയിലൂടെ നൽകുന്നു. കാലത്തിൻ്റെ പഴക്കത്തിൽ 10-15 വർഷം കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യുന്നു? അത് മനഃപ്പാഠമായി ഉള്ളിൽ കിടക്കുന്നു. ചിലപ്പോൾ അത് മനഃപ്പാഠമായി തന്നെ പുറത്തു വരാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് തെറ്റാണെന്ന് ചോദിച്ചാൽ ഒരിക്കൽ അവർക്ക് കിട്ടിയത് അത് പറയുന്നതുകൊണ്ട് തെറ്റില്ല. ഒരിക്കൽ അവർക്ക് കിട്ടിയത് അവിടെ മനഃപ്പാഠമായിട്ട് അവിടെ ഉള്ളിൽ കിടക്കുന്ന അവർക്ക് കിട്ടിയത് അവർക്ക് മാത്രമായിട്ട് കിട്ടിയതാണ്. അതവർ പറയുന്നത് കൊണ്ട് തെറ്റല്ല. പക്ഷെ അത് പറയേണ്ടത് എങ്ങനെയാണ്? ആത്മനിറവിലാണത് പറയേണ്ടത്. പക്ഷെ പലപ്പോഴും ആത്മനിറവില്ലാതെയും പറയുന്നവരുണ്ട്. അപ്പം അത് പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് കിട്ടിയത് അവർ പറഞ്ഞോട്ടെ, അത്രയും നമ്മൾ ചിന്തിച്ചാൽ മതി. അവർക്ക് കിട്ടിയതല്ലേ, അവർ പറഞ്ഞോട്ടെ. പക്ഷേ അത് ആത്മനിറവിലാണോ അതോ വെറുതെ മറ്റുള്ളവരെ പറ്റിക്കാനാണോ പറയുന്നതെന്ന് മാത്രം സഭ വിലയിരുത്തണം, പറയുന്ന വ്യക്തികൾ വിലയിരുത്തണം. അന്യഭാഷ എങ്ങനെയും പറയേണ്ടതല്ല. അത് ആത്മനിറവിൽ ലഭിച്ചതായതുകൊണ്ട് ആത്മനിറവിൽ തന്നെ ആയിരിക്കണം അതിനെ കൈകാര്യം ചെയ്യേണ്ടത്. രണ്ടാമത്തെ അന്യഭാഷ, മൂന്നാമത്തെ അന്യഭാഷ, വിവിധ ഭാഷകളുടെ വരം. ഇനി പ്രവചനത്തെ പറ്റിയും കൂടി 2 വാക്ക് പറഞ്ഞാൽ വാക്കുകൾ ഉപസംഹരിക്കാം. ഇതൊരു പാഠമായിട്ടും ഒരു പഠനമായിട്ടും മാത്രമാണ് പറയുന്നത്. എപ്പോഴും നമുക്ക് ഇതിനുള്ള അവസരങ്ങൾ ലഭിക്കാറില്ലല്ലോ. അന്യഭാഷയെ പറ്റി പ്രധാനമായും ഇത്രയും കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയിരിക്കുക. അറ്റ്ലീസ്റ്റ് 3 തരം അന്യഭാഷയുണ്ട്. അതിൽ ഒന്നാമത്തേത് എല്ലാവർക്കും ഉള്ളതാണ്. രണ്ടാമത്തേതും മൂന്നാമത്തേതും കൃപാവരങ്ങളുടെ പട്ടികയിൽപ്പെടുന്നത്, എല്ലാവർക്കും ഇല്ല. വിവിധ ഭാഷകളുടെ വരവും ഭാഷകളുടെ വ്യാഖ്യാനവും എല്ലാവർക്കും ഇല്ല. എന്നാൽ ദൈവത്തോടും സംസാരിക്കുന്ന, അല്ലെ, താനും ദൈവവുമായി സംസാരിക്കുന്ന, ആത്മീക മർമ്മങ്ങളെ സംസാരിക്കുന്ന അന്യഭാഷ, ആത്മീക വർധന വരുന്ന അന്യഭാഷ എല്ലാവർക്കും ഉള്ളതാണ്. എവിടെയെല്ലാം ആത്മസ്നാനത്തിന്റെ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെയെല്ലാം എല്ലാവരും അന്യഭാഷകൾ സംസാരിച്ചു എന്ന് പറയുന്നത് ഈ ഒന്നാമത്തെ അന്യഭാഷയെ പറ്റിയാണ്. അത് എല്ലാവർക്കും അനിവാര്യമായ കാര്യമാണ്. ഓക്കെ, ഇനി പ്രവചനത്തെ പറ്റി നമുക്ക് നോക്കാം. പ്രവചനം 3-ാമത്തെ വാക്യം, പ്രവചിക്കുന്നവനോ
ആ ആ യെസ്. അപ്പൊ പ്രവചിക്കുന്നത് എന്തൊക്കെയാണ് പ്രവചനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? പ്രവചനം എന്തിനു വേണ്ടിയുള്ളതാ? ആത്മീയ വർധനയ്ക്കുള്ളതാണ്. അപ്പോൾ എല്ലാ കൃപാവരങ്ങളും ആത്മീയ വർധനവിനുള്ളതാണ്. അതുപോലെ തന്നെ പ്രവചനവും ആത്മീയ വർധനവിനുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം, ഇന്നത്തെ പ്രവചനങ്ങളിൽ ആത്മീയ വർധന ഉണ്ടാക്കുന്ന എത്ര പ്രവചനങ്ങൾ ഉണ്ട്? ഇവിടെ പ്രവചനത്തിനൊരല്പം ശ്രേഷ്ഠത കൂടുതൽ നൽകിക്കൊണ്ടാണ് അപ്പോസ്തലൻ വിശദീകരിക്കുന്നത്. പ്രവചനം വെറുതെ അന്യഭാഷ പറയുന്ന ആളേക്കാൾ, അല്ലെങ്കിൽ തനിക്ക് മാത്രം ആത്മീയ വർധന വരുത്തുന്ന അന്യഭാഷ പറയുന്ന ആളേക്കാൾ പ്രവചിക്കുന്നതിന് ഒരു പടി മുകളിലാണ്. അതിൻ്റെ കാരണം അവൻ സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നത് കൊണ്ടാണ്. അതല്ല, അന്യഭാഷ പറയുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധന വരുത്തിയാൽ അവനും പ്രവചിക്കുന്നവനും ഒരുപോലെയാണ്. അപ്പോൾ ഈ കൃപാവരങ്ങളുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്താണ്? ആത്മീയ വർധന ഉണ്ടാകണം. മഞ്ഞു പൊഴിയുന്ന ദേശത്തേക്ക് അയക്കുമെന്ന് പറയുമ്പോൾ ആത്മീയ വർധനയാണോ ഉണ്ടാകുന്നത്, ജഡസംബന്ധമായ സന്തോഷമാണോ ഉണ്ടാകുന്നത്? ധാന്യവും വീഞ്ഞും വർദ്ധിക്കുന്നതിലുള്ള സന്തോഷമാണോ മഞ്ഞു പൊഴിയുന്ന ദേശത്തേക്ക് അയക്കുമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നത്, അതോ ഭക്തൻ പറയുന്ന പോലെ അതിൻ്റെ അപ്പുറത്തെ സന്തോഷമാണോ? ധാന്യവും വീഞ്ഞും വർദ്ധിച്ചതിൻ്റെ സന്തോഷമാണ് ഇന്നത്തെ കൂടുതൽ പ്രവചനവും. ആത്മീയ സന്തോഷം അനുഭവിക്കുന്ന എത്ര പ്രവചനങ്ങൾ! ഇനി പ്രവചനങ്ങളുടെ പട്ടിക ചുമ്മാ ഒന്ന് ശ്രമിച്ചു നോക്കിക്കേ. ജോലിയിൽ ഇതെല്ലാം നമുക്ക് വേണം കേട്ടോ, ഇതെല്ലാം വേണം. ഇതെല്ലാം ഞാനും പറയുന്ന കാര്യമാണ്. ഇതെല്ലാം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി വേണം. കൃത്യ സന്ദർഭങ്ങളിൽ നമ്മൾ ജോലി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്ഥാനക്കയറ്റങ്ങൾ വേണം. അതെല്ലാം വേണം. എല്ലാം അനിവാര്യമായ കാര്യമാണ്. അല്ലാതെ ഒരാൾ ഒരു സ്ഥലത്ത് തന്നെ തുടർന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് ബൈബിൾ സ്കൂളിൽ പോകുന്ന വാർഡനായിട്ടാണ് പോകുന്നത്. വാർഡനായിട്ട് ബൈബിൾ സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് ഒരു MD തിയോളജിയിൽ 3 വർഷത്തെ പഠനം കഴിഞ്ഞ് ഒരു 2 വർഷത്തെ മാസ്റ്റർ ഡിവിനിറ്റി എന്നൊരു കോഴ്സും കൂടെ കഴിഞ്ഞിരുന്നു. അപ്പോൾ അന്ന് വേണമെങ്കിൽ വാർഡനേക്കാൾ ഒരു പൊസിഷൻ കൂടി വേണമെങ്കിൽ കൂടുതലുള്ള ഉത്തരവാദിത്തത്തിൽ കയറാമായിരുന്നു. പക്ഷേ അന്ന് ആദ്യമായിട്ട് ചാർജ് എടുക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഡീൻ ഓഫ് സ്റ്റുഡൻസ് ആയി, അത് കഴിഞ്ഞ് രജിസ്ട്രാറായി, അത് കഴിഞ്ഞ് പലതരത്തിലുള്ള ലൈബ്രറി ഇൻചാർജായി, പ്രാക്ടിക്കൽ മിനിസ്ട്രിയുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നു. അങ്ങനെ പല ഉത്തരവാദിത്തങ്ങൾ വന്നു. അവസാനം അസിസ്റ്റൻറ്റ് അക്കാഡമിക് ഡീനായി. ഒടുവിൽ 10 വർഷം പിന്നീട് അക്കാഡമിക് ഡീനായിട്ടിരുന്നു. ഇനി വരുന്നത് പ്രിൻസിപ്പൾ ആയിരിക്കണം. അടുത്ത പൊസിഷൻ ശരിക്കും വരേണ്ടത് പ്രിൻസിപ്പൾ എന്നുള്ള പോസ്റ്റിലായിരിക്കും. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നതെങ്കിലും ഇതാണ് ഒരു ഓർഡർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് അതിനോടൊക്കെ ഞാൻ എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം വർദ്ധിപ്പിച്ചു. ആദ്യത്തെ ഒരു മാസ്റ്റർ ഡിഗ്രിയോട് കൂടി പോയി ഞാൻ ഇത്രയും കടമ്പകൾ കഴിയുമ്പോൾ ഒരു 5 മാസ്റ്റർ ഡിഗ്രി കൂടെ ഞാൻ ഈ പഠനത്തോടൊപ്പം തന്നെ ഞാൻ നേടാനിടയായി. ഞാൻ പഠനത്തിനനുസരിച്ചുള്ള ഉയർച്ചകൾ നമുക്ക് ആഗ്രഹിക്കാം. അത് ബൈബിൾ പോലും പറയുന്നു, അധ്യക്ഷ സ്ഥാനം ആഗ്രഹിക്കുന്നവൻ നല്ല വേല ആഗ്രഹിക്കാനാണെങ്കിൽ അധ്യക്ഷ സ്ഥാനം ആഗ്രഹിക്കാം. താഴ്മയും വിനയവും പ്രദർശിപ്പിക്കാനാണെങ്കിൽ, മാതൃകാപരമായ ഒരു ശുശ്രൂഷ ചെയ്യാനാണെങ്കിൽ അധ്യക്ഷ സ്ഥാനം ആഗ്രഹിക്കാം. അതാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകുന്ന എല്ലാ സ്ഥാനവും, ശദ്രക് മേശക് അബേദ്നെഗോ, ദാനിയേല്, യോസഫ്, പിന്നെ ആരാ, സെരുബാബേല്, നെഹമ്യാവ്, ഇവരൊക്കെ ആരായിരുന്നു? വലിയ വലിയ ആളുകളായിരുന്നു. പ്രധാനമന്ത്രിമാരെ പോലെ, അല്ലെങ്കിൽ IAS പോലെ, IPS പോലെയൊക്കെയുള്ള വലിയ ഉദ്യോഗസ്ഥന്മാരായിരുന്നു ഈ ഭക്തന്മാരെല്ലാവരും. അവർ ഭക്തന്മാരായിരുന്നു കൊണ്ട് ആ സ്ഥാനങ്ങളിൽ വളരെ കൃത്യമായി നന്നായി അവർ പ്രവർത്തിച്ചു. എന്ന് പറയുന്ന പോലെ ഈ ലോകത്തിലെ ഏത് ഉന്നത പദവികളിലും ദൈവമക്കൾ ആയിരിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. അതിനൊരു പ്രശ്നവുമില്ല. പഠിക്കാം, അധ്വാനിക്കാം, അതിനുവേണ്ടി പ്രയത്നിക്കാം, അത്തരം ഉത്തരവാദിത്തങ്ങളിൽ പോകാം. അടിസ്ഥാനപരമായ നമ്മുടെ ഉദ്ദേശം, നമ്മുടെ വിളിയുടെ ഉദ്ദേശം എന്താണ്? സുവിശേഷം അറിയിക്കുക, കർത്താവിലേക്ക് ആളുകളെ കൊണ്ടുവരിക. ഇതിന് എന്തൊക്കെ പദവികൾ നമുക്ക് ഉപകാരപ്രദമാകും ആ പദവികളെല്ലാം നമുക്ക് ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞു വന്നത്, അതേസമയം ആത്മീക അഭിവൃദ്ധിക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന കൃപാവരങ്ങളെ ഈ കാര്യത്തിന് വേണ്ടിയല്ല ഉപയോഗിക്കേണ്ടത്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ലോകപരമായ സാധ്യതകൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. അത് കർത്താവ് അതിനകത്ത് നോ എന്നും യെസ് എന്നും കർത്താവ് പറയുന്നില്ല. കർത്താവിന് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. പഠിക്കാൻ പറ്റുന്നിടത്തോളം പഠിക്കാം. എത്ര വലിയ ഉദ്യോഗം വേണമോ അത്രയും വലിയ ഉദ്യോഗത്തിൽ കയറാം. ഇതൊന്നിനും ദൈവം തടസ്സമല്ല. പക്ഷെ പ്രവാചകനെ ദൈവം നിയമിച്ചിരിക്കുന്നത് നിന്നെ അമേരിക്കയിൽ അയക്കുമെന്ന് പറയാനല്ല. പ്രവാചകനെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് നിനക്ക് ഉന്നതമായ സ്ഥാനക്കയറ്റം തരുമെന്ന് പറയാനല്ല. അതെല്ലാം ഈ ലോക സംബന്ധമായ കാര്യങ്ങളാണ്. അത് വിശ്വാസികൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അവനവൻ അതൊക്കെ ആർജിച്ചെടുത്തോളും.
സഭയ്ക്കകത്ത് ശുശ്രൂഷകന്മാരെ തന്നിരിക്കുന്നത് ആത്മീയ വർധന വരുത്താൻ വേണ്ടിയാണ്. IAS കാരനാകാനായിട്ട് പ്രവാചകന്റെ അടുത്ത് പോയി കോച്ചിങ്ങിന് പോയാൽ പറ്റുമോ? ഇനി അമേരിക്കയിലേക്ക് പോകണമെന്ന് തന്നെ ഇരിക്കട്ടെ, പ്രവാചകനാണോ അവിടെ എംബസിയിലും മറ്റുമൊക്കെ അവിടെ ഇരുന്ന് കാര്യങ്ങൾ നടത്തുന്നത്? അതല്ല. അവിടെ പോകണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യാദികൾ ചെയ്താലേ പറ്റത്തുള്ളൂ. ഈ പ്രവാചകന് പോകണമെങ്കിലും അതൊക്കെ തന്നെയാണ്. ഈ ലോകത്തിന് അതിൻ്റെതായ വ്യവസ്ഥകളുണ്ട്, അത് ആ വഴിക്ക് പൊക്കോളും. എന്നാൽ ആത്മീയ വർധന വരുത്താനാണ് കൃപാവരങ്ങൾ. കൃപാവരങ്ങൾ എത്രത്തോളം എനിക്ക് നിങ്ങൾക്കും ആത്മീയ വർധന വരുന്നുണ്ട്? ഒരു യോഗം കഴിയുമ്പോൾ നമ്മുടെ യോഗങ്ങളെല്ലാം ആത്മീയ യോഗം എന്നാണ് വിളിക്കുന്നത്. അല്ലാതെ ലോക്സഭയും നമ്മുടെ സഭയെന്ന് പറഞ്ഞാൽ ലോക്സഭയും രാജ്യസഭയൊന്നും അല്ലല്ലോ, അല്ലേ? ഇനി യോഗം എന്ന് പറഞ്ഞാൽ പോലെ SNDP യോഗവും NSS കരയോഗമൊന്നും അല്ലല്ലോ. ഇതെന്താണ്? സഭായോഗം, ക്രിസ്തുവിൻ്റെ സഭയുടെ യോഗമാണ്. അപ്പൊ ഇതിന്റെ മറ്റൊരു വിശേഷം ആത്മീയ യോഗം എന്നാണ്. ആത്മീയ യോഗങ്ങളിൽ പങ്കെടുത്തിട്ട് പോകുമ്പോൾ ആത്മീയമായ ചിന്തകളാണ് ഉള്ളിൽ ഉണ്ടാകേണ്ടത്. ഒന്നും കൂടി കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാനും കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ത്വരയാണ് ദൈവവചന സന്ദേശം കേൾക്കുമ്പോൾ ഉണ്ടാകേണ്ടത്, ഒരു ആത്മീയ യോഗം കഴിയുമ്പോൾ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. അല്ലാതെ ആത്മീയ യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എങ്ങനെ അമേരിക്കയിലേക്കൊന്ന് പോകാം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നതെങ്കിൽ കിട്ടിയത് ഭൗമികമായ ചിന്തയാണോ ആത്മീയ ചിന്തയാണോ? ഉയരത്തിലുള്ള ചിന്തയാണോ ഭൂമിയിലുള്ള ചിന്തയാണോ? ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഉയരത്തിലുള്ള ചിന്തകളാകണം നമ്മെ മതിക്കേണ്ടത്, അല്ലെ? നമ്മെ പ്രചോദിപ്പിക്കേണ്ടത് ഉയരത്തിലെ ചിന്തകളാകണം. ഭൂമിയിലെ വലിയ പ്രശ്നങ്ങളും ടെൻഷനും മാനസിക പിരിമുറുക്കങ്ങളും കടബാധ്യതകളും രോഗങ്ങളും ഒക്കെ അതിന്റെ വേദനകളുമായിട്ടാണ് അകത്തേക്ക് വന്നതെങ്കിൽ പുറത്തേക്ക് പോകുന്നത് ഉയരത്തിലെ ചിന്തകളുമായിട്ടായിരിക്കണം. ഈ ലോകത്തിലെ വേദനകൾ മറന്ന് ഒരു വലിയ പ്രതീക്ഷയോടും പ്രത്യാശയോടും കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ഉറപ്പോടുകൂടിയാണ് നമ്മൾ പുറത്തേക്ക് പോകേണ്ടത്. അപ്പോ പ്രവചനത്തിന്റെ ഉദ്ദേശം ആത്മീയ വർധനയാണ്. സകല ആത്മീയ വരങ്ങളുടെയും ഉദ്ദേശം ആത്മീയ വർധനയാണ്. 2, പ്രവചനത്തിന് രണ്ടാമത്തെ ഉദ്ദേശം പ്രബോധനമാണ്. പ്രബോധനം എന്ന് പറഞ്ഞാൽ സങ്കീർത്തന പ്രബോധനം എന്ന് പറയാറുണ്ട്, അല്ലേ? നല്ലതും ചീത്തയും ഒക്കെ പറഞ്ഞു തരുന്നതാണ്. ഉദ്ബോധനമാണ്. ശരിയും തെറ്റും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. അപ്പൊ പ്രവചനം ശരി തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഉദ്ബോധനമാണ്, പ്രബോധനമാണ്. ദൈവ സന്നിധിയിൽ നമ്മെ നിലനിർത്തുന്നതാണ് പ്രവചനം. 3, ആശ്വാസമാണ്. പ്രവചനം ആശ്വാസമാണ്. ആശ്വാസം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയിലേക്ക് അയക്കുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നതല്ല, ആത്മീക ചിന്തകൾ നൽകി ആശ്വസിപ്പിക്കുന്നതാണ് പ്രവചനത്തിൻ്റെ ദൗത്യം. ഇനി 2 ചിന്തകൾ കൂടെ ഉണ്ട്, 2 ഉത്തരവാദിത്തങ്ങൾ, ദൗത്യങ്ങൾ കൂടെ ഉണ്ട്. അത് ഏറ്റവും അവസാനമായിട്ട് ഉണ്ട് 24, 25 വാക്യങ്ങൾ. അവിശ്വാസിയോ ആത്മവരമില്ലാത്തവനോ അകത്തു വന്നാൽ എല്ലാവരുടെ വാക്കിനാലും അവന് പാപബോധം വരും. അടുത്തത് അവന്റെ ഹൃദയ രഹസ്യങ്ങളും. അപ്പോൾ പ്രവചനത്തിന്റെ അടുത്ത എന്താണ് ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ ദൗത്യങ്ങൾ എന്താണ്? പ്രവചനത്തിലൂടെ എന്ത് സംഭവിക്കുന്നു? എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ അവിശ്വാസിയോ ആത്മവരമില്ലാത്തവനോ അകത്തു വന്നാൽ പ്രവചിക്കുന്നവരുടെ വാക്കുമൂലം എന്തുണ്ടാകും? പാപബോധമുണ്ടാകും. ചിന്തിക്കണം, പ്രവചനങ്ങളിൽ പാപബോധം ഉണ്ടായൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് പ്രവാചകന്മാരെ സഭയിൽ വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പേടിയാണ്, അല്ലേ? പ്രവാചകന്മാരെ സഭയിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏതെങ്കിലും തരത്തിൽ ഈ ഭാഗത്തോടു കൂടി പോകുന്നെങ്കിൽ, നമ്മുടെ അടുത്തുകൂടി പോവുകയാണെങ്കിൽ തന്നെ പേടിയാണ്, എന്തെങ്കിലുമൊക്കെ പറയുമോ എന്നുള്ളതായിരുന്നു. പക്ഷെ ഇന്ന് ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ തലയിലൊന്ന് കൈവെപ്പിക്കാനുള്ള ശ്രമമാണ്, അല്ലേ? എങ്ങനെയെങ്കിലും ഒന്ന് എൻ്റെ കാരണം തലയിൽ കൈവച്ചാൽ ഒന്നുകിൽ മഞ്ഞ് പൊഴിയുന്ന ദേശം, അല്ലെങ്കിൽ വീട്, അല്ലെങ്കിൽ വാഹനം, 2 വീലർ ആണെങ്കിൽ 4 വീലർ ആണെങ്കിൽ പിന്നെ എന്തൊക്കെയാണാവും, പിന്നെന്താണ്, ബാലല്ല തലയാക്കും, പിന്നെ നീ അറിയപ്പെടാത്ത മേഖലകളിലൂടെ നിന്നെ എന്താണ്, ഇതൊക്കെയാണ് ഇന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് പ്രവചനം കേൾക്കാൻ വലിയ ഉത്സാഹമാണ്. ഇതല്ലായിരുന്നു, നമുക്കെല്ലാവർക്കും അറിയാം, ഒരു 10, 25, 30 വർഷം മുൻപ് ഉള്ള പ്രവചനങ്ങൾ. എൻ്റെ ബാല്യപ്രായത്തിൽ ചെറുപ്പം മുതൽ ഞാൻ ഈ അനുഭവങ്ങളിലൂടെ പോയിട്ടുണ്ട്. എനിക്കറിയാം, അന്ന് പ്രവാചകന്മാർ വരുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്കുൾപ്പെടെ ഭയമായിരുന്നു. പാപബോധം വരും, എല്ലാവരാലും വിവേചിക്കപ്പെടും, വ്യക്തികൾ വിവേചിക്കപ്പെടും. അടുത്ത എന്താണ്? ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ടു വരും. ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യമായിട്ട് പറയാൻ പാടില്ല, വ്യക്തിപരമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. പരസ്യമായിട്ട് പറയേണ്ട ശാസ്ത്രങ്ങളൊക്കെ പ്രവാചകന്മാർ പരസ്യമായിട്ട് പറയുമായിരുന്നു.
ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് പ്രവചനത്തിൻ്റെ എന്താണ് പ്രയോജനം, അല്ലെങ്കിൽ പ്രവചനം ഇതാണ് സഭയിൽ ഉണ്ടാക്കുന്നത്. ഒന്നുകൂടെ ചിന്തിച്ചാലോ? പ്രവചനം ആത്മീയ വർധന വരുത്തുന്നു, പ്രവചനം പ്രബോധനമാണ്, പ്രവചനം ആശ്വാസമാണ്, പ്രവചനം പാപബോധം വരുത്തുന്നു, പ്രവചനം വിവേചിക്കുന്നു, പ്രവചനത്താൽ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ടു വരുന്നു. ഇതാണ് അന്യഭാഷയെയും പ്രവചനത്തെയും ഒരല്പം ആഴത്തിൽ വിചിന്തനം ചെയ്താൽ ഈ രണ്ട് തരത്തിൽ നമുക്ക് ഈ രണ്ട് കൃപാവരങ്ങളെയും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നു, 39-ാമത്തെ വാക്യം, അന്യഭാഷകളിൽ പ്രവചനവരം, 39-ാം വാക്യം, സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ. 14-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ അന്യഭാഷക്കാരും പ്രവാചകന്മാരും തമ്മിലുള്ളതായിരുന്നു. അതിൻ്റെ ആ കാര്യം അങ്ങ് കൃത്യമായിട്ട് അപ്പോസ്തലൻ വിശദീകരിച്ചു കൊടുക്കുകയായിരുന്നു. അന്യഭാഷക്കാരും പ്രവചനം പറയുന്നവരും വലിപ്പച്ചെറുപ്പത്തിൻ്റെ ഒരു വ്യത്യാസം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ വലുതും നീ ചെറുതും, എൻ്റെ കൃപാവരം വലുത്, നിന്റെ കൃപാവരം ചെറുത്. ഈ ഒരു ചിന്തകളെ കൃത്യമായും ഉടച്ചു വാർക്കുന്ന അപ്പോസ്തലന്റെ പ്രബോധനമാണ് 14-ാം അധ്യായം. തുടങ്ങിയത് തന്നെ എന്താണ്? സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിനെന്ന് പറഞ്ഞുകൊണ്ട്, കവർ ചെയ്യട്ടെ, സ്നേഹം നിങ്ങളുടെ കൃപാവരങ്ങളിൽ പൊതിയട്ടെ. കുറച്ചാളുകൾ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കുറെ ആളുകൾ പ്രവചിക്കുന്നവരുടെ കംപ്ലൈന്റ്, ഞങ്ങൾക്ക് ശുശ്രൂഷിക്കാൻ അവസരം കിട്ടുന്നില്ല. അന്യഭാഷക്കാരൻ പറഞ്ഞ അല്ല, അതിനേക്കാളും അന്യഭാഷയാണ് വലുത്. കൃത്യമായ പ്രബോധനം നൽകിയിട്ട് അന്യഭാഷ എന്താണെന്നും പ്രവചനം എന്താണെന്നും കൃത്യമായ പ്രബോധനം ദൈവം കൊരിന്ത്യ സഭയ്ക്ക് നൽകി. ഇന്ന് പള്ളിക്കര സഭയ്ക്കും കർത്താവ് നൽകുകയാണ്. പ്രിയമുള്ളവരെ, അവസാനമായിട്ട് അപ്പോസ്തലന്റെ പ്രബോധനം എന്താണ്? പ്രവചനവരം വാഞ്ചിപ്പീൻ. അന്യഭാഷയിൽ സംസാരിക്കുന്നത് വിലക്കുകയും അരുത്. മിണ്ടാതിരിക്കട്ടെ എന്ന് ഇടയ്ക്ക് പറഞ്ഞ അപ്പോസ്തലൻ ഇപ്പോൾ പറയുന്നത് എന്താണ്? അന്യഭാഷയിൽ സംസാരിക്കുന്നത് വിലക്കുകയും അരുത്. പിന്നെ എങ്ങനെ സംഭവിക്കണം? സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ. സഭായോഗം അലക്ഷ്യമായി മാറാതെ, സഭായോഗത്തിൽ യാതൊരു വിധമായ പ്രശ്നങ്ങളും ഉണ്ടാകാതെ ഏറ്റവും മനോഹരമായി ഉചിതമായും ക്രമമായും ചന്തമായും കൃപാവരങ്ങൾ ഉപയോഗിക്കപ്പെടട്ടെ. അതുകൊണ്ട് അന്യഭാഷ പറയുന്നത് വിലക്കണ്ട, അത് നന്നായി നടക്കട്ടെ. പ്രവചനവരം വാഞ്ചിപ്പി. അന്യഭാഷക്കാരോട് പറയുന്നത് പ്രവചനവരം വാഞ്ചിക്കുക. പ്രവചിക്കുന്നവരോട് പറയുന്നു അന്യഭാഷക്കാരെ വിലക്കേണ്ട. എങ്ങനെയുണ്ട് പ്രബോധനം? അന്യഭാഷക്കാരൻ പറഞ്ഞു ഞങ്ങളുടെ ഇച്ചിരിയുടെ മെച്ചമാണ്, പ്രവാചകൻ പറഞ്ഞു ഞങ്ങളാ മെച്ചം. അപ്പോൾ അവസാനം അപ്പോസ്തലൻ പറഞ്ഞു നിർത്തുന്നു പ്രവചനവരം എല്ലാവരും വാഞ്ചിപ്പിൻ. അപ്പോൾ പിന്നെ ഈ പ്രശ്നമില്ല. അടുത്ത പ്രവാചകരോട് പറഞ്ഞു അന്യഭാഷ പറയുന്നത് വിലക്കുകയും അരുത്. അവിടെ ഒരു കോംപ്രമൈസിലേക്ക് കൊണ്ടുവരികയാണ്. 34 മുതലുള്ള വാക്യങ്ങൾ, സർവ വിശുദ്ധന്മാരുടെ യെസ്, ഇന്ന് 36-ാമത്തെ വാക്യത്തിലാണ് അതിൻ്റെ വിശദീകരണമുള്ളത്. ദൈവവചനം നിങ്ങളുടെ ഇടയിൽ നിന്നോ പുറപ്പെട്ടത് അല്ല, നിങ്ങൾക്ക് മാത്രമോ വന്നത്. സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറയുന്നത് ഏത് അർത്ഥത്തിലാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് മാത്രമോ വന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? കുറച്ച് സ്ത്രീകൾ മാത്രം ബഹളമുണ്ടാക്കിക്കൊണ്ടിരുന്നു. അത് അന്യഭാഷയാകട്ടെ അല്ലെങ്കിൽ മറ്റു തരത്തിലാകട്ടെ, സംശയങ്ങൾ ചോദിക്കുന്നതിലാകട്ടെ, കുറച്ചു പേർ മാത്രം ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ സഭായോഗം അനിയന്ത്രിതമായി മുമ്പോട്ട് പോകുന്നു, അലക്ഷ്യമാകുന്നു. അപ്പോഴാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് മാത്രമാണോ ദൈവവചനം ലഭിച്ചത്? നിങ്ങൾക്ക് മാത്രമായിട്ടാണോ വന്നത്? നിങ്ങളെ കൂടാതെ വേറെ കുറേ ആളുകൾ ഇവിടെ ഉണ്ട്, നിങ്ങളെ കൂടാതെ മറ്റു കുറേ സഹോദരിമാരുണ്ട്, മറ്റു കുറേ സഹോദരന്മാരുണ്ട്. അപ്പോൾ പൊതുസഭയ്ക്ക് വേണ്ടി ചിന്തിക്കാനാണ് ചിലരോട് മിണ്ടാതിരിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. അത് പ്രധാനമായിട്ടും അന്യഭാഷയുമായി ബന്ധപ്പെട്ടാണ്. 37-ാം വാക്യം, താൻ പ്രവാചകനെന്നോ താൻ പ്രവാചകനെന്നോ ആത്മികനെന്നോ ഒരുത്തന് തോന്നുന്നു എങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിൻ്റെ കൽപ്പനയാകുന്നു എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. ഇപ്പം പ്രവാചകനെ അടക്കാൻ ഇച്ചിരി പ്രയാസമായതുകൊണ്ടാണ് അപ്പോസ്തലൻ അങ്ങനെ പറയേണ്ടി വന്നു എന്ന് തോന്നുന്നു.
ചിലർക്ക് പ്രവാചകന്മാർക്കൊരു തോന്നലുണ്ടെന്ന് അപ്പോസ്തലൻ തന്നെ പറയുന്നു, ഞങ്ങളാണ് ആത്മീകർ. അങ്ങനെ ഒരു തോന്നൽ പ്രവാചകന്മാരെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിൻ്റെ കൽപ്പനയായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളണം. ഈ അപ്പോസ്തലൻ എന്ന് പറയുന്നത് പ്രവാചകർ ഉൾപ്പെടെയുള്ള സകല ആളുകളും വിധേയപ്പെട്ടു പോകേണ്ട ഒരു ശുശ്രൂഷകനാണ്. അങ്ങനെ നമ്മൾ വായിക്കുന്നത്, ദൈവം തൻ്റെ സഭയിൽ അപ്പോസ്തലന്മാരെ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരായും, അങ്ങനെ 3 ഫോൾഡാണ്. അത് കഴിയുമ്പോൾ അത് 5 ഫോൾഡായിട്ട് വരുന്നു. അപ്പോസ്തലൻ, പ്രവാചകൻ, പിന്നെ സുവിശേഷകൻ, പിന്നെ ഇടയൻ, ഉപദേഷ്ടാവ്. ഇങ്ങനെ 5 ഫോൾഡായിട്ട് പിന്നീട് പറയുന്നു. ഏറ്റവും ആദ്യം പറയുന്നത് 2ആയിട്ടാണ്, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്നാണ്. അതിനെ ഒന്നാക്കി പറഞ്ഞാൽ അപ്പോസ്തലൻ എന്നാണ്. നമ്മുടെ കർത്താവ് അപ്പോസ്തലനായിട്ട് ഈ ലോകത്തിൽ വന്നല്ലേ, അങ്ങനെ വായിക്കുന്നുണ്ട് കർത്താവിനെ. നമ്മുടെ അപ്പോസ്തലൻ എന്ന കർത്താവിനെ പറ്റി അപ്പോസ്തലൻ വാക്കിനകത്ത് അയക്കപ്പെട്ടവനെന്നാണ്. ആ അർത്ഥത്തിൽ കർത്താവ് അയക്കപ്പെട്ടവനാണ്. കർത്താവ് പ്രവാചകനായിരുന്നു, കർത്താവ് ഇടയനായിരുന്നു, കർത്താവ് സുവിശേഷകനായിരുന്നു, അല്ലെ? എല്ലാ ക്വാളിറ്റീസും കർത്താവിനുണ്ടായിരുന്നു. എന്നാൽ സഭയിൽ അപ്പോസ്തലന്മാരെ പ്രധാനപ്പെട്ട ശുശ്രൂഷകന്മാരാക്കി വെച്ചിട്ടുണ്ട്. ഈ അപ്പോസ്തലൻ എന്ന് പറയുന്ന ശുശ്രൂഷകനിൽ ബാക്കിയുള്ള 4 ശുശ്രൂഷകളും അന്തർലീനമായിട്ടുണ്ട്. അദ്ദേഹം സഭയുടെ അടിസ്ഥാനപരമായ ആത്യന്തികമായ ലീഡറാണ്. അതുകൊണ്ട് പ്രവാചകന്മാർ ഉൾപ്പെടെയുള്ളവർ അപ്പോസ്തലന്മാർക്ക് കീഴടങ്ങണം, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം. അതുകൊണ്ടാണ് അടിസ്ഥാന ഉപദേശം പറയുമ്പോൾ മാനസാന്തരം, സ്നാനം, വേർപാട്, കൂട്ടായ്മ, അപ്പം നുറുക്ക്, പ്രാർത്ഥന, ഇതെല്ലാം പറയുന്നതിനിടയ്ക്ക് അപ്പോസ്തലന്മാരുടെ ഉപദേശമെന്ന് പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോസ്തലന്മാർ അവരിൽ തന്നെ പ്രവാചകന്മാരാണ്, അപ്പോസ്തലന്മാർ അവരിൽ ഇടയന്മാരാണ്, അപ്പോസ്തലന്മാർ അവരിൽ തന്നെ സുവിശേഷകന്മാരാണ്, അപ്പോസ്തലന്മാർ അവരിൽ തന്നെ പാസ്റ്റർമാരാണ്. 5 വിധ ശുശ്രൂഷകളും ഒരുമിച്ച് വഹിക്കുന്ന ദൗത്യമാണ് അപ്പോസ്തലനുള്ളത്. ആ അപ്പോസ്തലനെയാണ് സഭാ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കുന്നത്. അവരുടെ കീഴിലാണ് ഒരർത്ഥത്തിൽ എല്ലാ ശുശ്രൂഷ വൃന്ദങ്ങളെയും ആക്കി വെച്ചിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ അധികാരത്തോടുകൂടെ ആ സഭയിലെ പ്രവാചകന്മാരോട് പറയുന്നു, പ്രവാചകന്മാരെ, നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാകാം നിങ്ങൾ മറ്റുള്ളവരെക്കാൾ ആത്മീകന്മാരാണ്. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ കൽപ്പനയായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. കാരണം ഞാൻ അപ്പോസ്തലനാണ്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണമെന്നുള്ളത് സഭയുടെ പ്രമാണമാണ്. അങ്ങനെ വളരെ മനോഹരമായി ആ സഭയിലെ കൃപാവരങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ പറഞ്ഞ് പരിഹരിച്ച് അവരെ ക്രിസ്തുവിൽ ഒന്നാക്കി നിർത്തിക്കൊണ്ട് ആ ഭാഗം ഒന്ന് വായിക്കാം. 26 മുതൽ. ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തർ സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മീക വർധനയ്ക്കായി ഉതകട്ടെ. കണ്ട, ഒരുപക്ഷെ കൺക്ലൂഡിംഗ് റിമാർക്സ് പോലെ പറയുകയാണ്, ഉപസംഹാരം പോലെ പറയുക. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോ സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. എല്ലാം എന്തിനു വേണ്ടിയാണ്? ആത്മീയ വർധനയ്ക്കായി ഉതകട്ടെ. അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ ആകട്ടെ. അതെന്തിനാണ്? അത് വ്യാഖ്യാനിക്കുന്ന അന്യഭാഷയെ പറ്റിയാണ് പറയുന്നത്. ഓരോരുത്തൻ സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. പ്രവാചകന്മാർ 2-3 പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ. ഇരിക്കുന്നവനായ മറ്റൊരുവന് വെളിപ്പാടുണ്ടായാലോ ഒന്നാമത്തവൻ മിണ്ടാതിരിക്കട്ടെ. എല്ലാവരും പഠിപ്പിപ്പാനും എല്ലാവർക്കും പ്രബോധനം ലഭിപ്പാനുമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തനായി പ്രവചിക്കാമല്ലോ. പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു. ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവമത്രേ. വളരെ മനോഹരമായി കൃപാവരങ്ങൾ ഉപയോഗിക്കാൻ പറഞ്ഞുകൊടുത്ത് പരിശീലിപ്പിച്ച് ഏറ്റവും ഒടുവിൽ 15-ാം അധ്യായം നമുക്ക് അടുത്ത സന്ദർഭത്തിൽ ചിന്തിക്കാം. ഏറ്റവും വലിയ പുനരുത്ഥാനത്തെ പറ്റി അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. പുനരുത്ഥാനം എന്ന് പറയുന്ന ദൈവസഭയുടെ ആത്യന്തികമായ പ്രത്യാശയെ പറ്റി പറഞ്ഞുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനം പൗലോസ് അപ്പോസ്തലൻ കൺക്ലൂഡ് ചെയ്യുന്നത്. നമുക്ക് 11-ാം അധ്യായത്തിലേക്ക് വരാം. 11-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ മേശയിലേക്ക് നമുക്ക് പ്രവേശിക്കാം.